ഹായ് ഹലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മരപ്പണിക്കാരുടെ വീട്ടിലുള്ളൊരു പെട്ടി, അതായത് ഒരു പഴയ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാളെ കണ്ടാലോ? അപ്പോൾ ഞാനത് പോയി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതെ, ഇതാണ് ആ പെട്ടി. ഞാൻ എന്തായാലും ഇതിങ്ങ് എടുക്കാം. അത്യാവശ്യം നല്ല കനമുണ്ട്. വാ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഓരോരോ സാധനങ്ങളായിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയുണ്ട്. ഇതെല്ലാം കുറേ പഴയ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. ചിലതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലതൊക്കെ നിങ്ങൾക്ക് കാണാത്ത ടൈപ്പ് കൗതുകമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അത് നമുക്ക് നോക്കാം. ഇതൊരു ചിന്തേരാണ്, പഴയ ചിന്തേരിൻ്റെ വേസാണ്. ഇത് ഓൾറെഡി നമ്മൾ ചിന്തേരിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇരുന്ന പഴയതാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു സാധനമാണിത്. ചിന്തേര്, അത് നമുക്ക് കുറേ ചിന്തേരുകളാണ്, പല മോഡൽ ചിന്തേരുകൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇതൊരു ചിന്തേരാണ്. ഇത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനലയുടെയൊക്കെ ഗ്ലാസ് ഇടുന്ന ആ പോർഷൻ, അതായത് ഗ്ലാസ് ഒക്കെ ഇടാനുള്ള ആ പോർഷൻ നേരത്തെ നമുക്ക് റൂട്ടറോ അല്ലെങ്കിൽ പ്ലെയിനറിലോ അങ്ങനെ കൊച്ചൂത്ത് ഇങ്ങനെ എടുത്ത് കളയാൻ പാകത്തിനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിന്തേര് വെച്ചിട്ട് അതിനുള്ളൊരു സംവിധാനം ചെയ്തേക്കണാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, ഉള്ളിയുടെയൊക്കെ മൂർച്ച പോയിട്ടുണ്ട്, പക്ഷേ ആ ഗ്ലാസ് കയറാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ ചേർത്ത് വെച്ച് ഇടുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചിന്തേരാണ്. ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു പലക ജോയിൻ്റ് അടിക്കാനും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരു പലകയിൽ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ട് രണ്ടാമത്തെ പലകയിൽ ആ കൗച്ചത്തിലേക്ക് കയറാൻ പാകത്തിനൊരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് വെച്ച് പലക ജോയിൻ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാൻ തോന്നുന്നു. പിന്നെ ഇതേ റൗണ്ടായിട്ടുള്ളൊരു ചിന്തേര്, അതായത് ആ ഉളി ആ സെയിം ഷേപ്പിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ടായിട്ടുള്ളൊരു പോർഷനിൽ, അതായത് ചെറിയൊരു പൊഴി പോലെ ഉള്ളിടത്തും നമുക്ക് ഈ ചിന്തേര് വെച്ചിട്ട് സ്മൂത്താക്കി എടുക്കാൻ പറ്റും. അതിന് പാകമായിട്ടുള്ളൊരു ചിന്തേരാണിത്. ഇതിലിപ്പോൾ ഉളിയില്ല. പിന്നെ ഇതേ ഓവലായിട്ടുള്ള ചിന്തേര്, അതായത് വളഞ്ഞ ആർച്ച് പോലുള്ള ഭാഗത്തൊക്കെ ചിന്തേരിടാനായിട്ടുള്ള ഒരു ഐറ്റം. ഇതൊക്കെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളെല്ലാം ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇത് ആ സെയിം ആർച്ചിൽ വെക്കുന്നതിൻ്റെ കൂടെ കുറച്ചുകൂടെ വലിയത്. ഇത് കുറച്ച് ചെറുതാണ്. ഏകദേശം സെയിം സൈസ് തന്നെയാണ്, പക്ഷേ വീതി കുറച്ച് കൂടുതലുണ്ട് ഇത്. അങ്ങനെ രണ്ട് എണ്ണം. ഇതും നമ്മൾ ആദ്യമേ കണ്ട പോലെ ചെറിയ ഒരു ചിന്തേരാണ്. അത് വീതി കുറഞ്ഞിട്ട് ഒരു കുഞ്ഞു ചിന്തേര്. ഇതിന് അത്യാവശ്യം നല്ലൊരു ഉളിയാണ്. മൂർച്ചയില്ല, പക്ഷേ അങ്ങനത്തെ ഒരു ചിന്തേര്, ഒരു കുഞ്ഞു ചിന്തേര്. ഇതും ഇങ്ങനെ ചെറിയ ചതുരായിട്ടുള്ള പൊഴികളിലൊക്കെ നമുക്ക് ഇടാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതേ വേറൊരു ചിന്തേര്. ഇതിൻ്റെയൊക്കെ ബ്ലേഡ് കണ്ട് അടിപൊളി. ഇത് ആക്സോ ബ്ലേഡിനാണ് ഇതിൻ്റെ ബ്ലേഡ് ഉണ്ടാക്കി വെച്ചേക്കണേ. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആർച്ച്, അതായത് ആർച്ചല്ല, കുഴിഞ്ഞ ഭാഗം, അതായത് ഇങ്ങനെ ഒരു റൗണ്ട് പൊഴിയിലൊക്കെ ഇടാനായിട്ടുള്ള ഒരു ഇതാണ്. ഇത് കുറച്ചുകൂടെ വലിയതാണ്. ആദ്യമേ കണ്ടത് കുറച്ച് ചെറുതാണ്, അതിലും കുറച്ചുകൂടെ വലിയ ഒരു മോഡലാണിത്. ഇങ്ങനത്തെ പെട്ടികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികളോ അല്ലെങ്കിൽ അവരുടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതോർത്ത് തന്നെയാണ് ഞാനിത് എടുത്തതും. ഇതിനകത്ത് കുറേ തടിയുടെ പീസുകളുണ്ട്. ഇതൊക്കെ എന്തോ ആർച്ച് വെട്ടിയ പീസുകളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് ഓർത്ത് നേരത്തെ എടുത്തു വെച്ചതായിരിക്കും. നമുക്കിത് എന്തെങ്കിലും മാറ്റി വയ്ക്കാം. ഒരുപാട് ചിന്തയിലില്ല, ഈ ചിന്തയൊന്നും കണ്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാം. ഇനി നമുക്ക് തെയ്യേറ്റം, നമ്മൾ ഡിവൈഡർ എന്നൊക്കെ പറയണേ ആ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ തടിയുടെ മോഡൽ കണ്ടോ. നമുക്ക് സ്പേസ് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള തടിയുടെ മോഡൽ സാധനം. കോമ്പസ് ഒക്കെ പോലത്തെ അറിയാമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ഇതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എടുത്തിട്ട് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പണ്ടത്തെ ആൾക്കാർ തടിയും കൊണ്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തേക്കണതാണ്. നമ്മുടെ ക്യാമലിൻ്റെ ഒക്കെ സ്കെയിലിൽ ഇതിൻ്റെ ചെറുതുണ്ടാവും. ഇതതിൻ്റെ തടിയുടെ മോഡൽ. പിന്നെ ഇതൊക്കെ കുറേ പൊട്ടിപ്പോയ ഉളിയുടെ പിടികളൊക്കെയാണ്. ഇത് ചെറിയൊരു വളവ് വരുന്ന ടൈപ്പ് ഒരു ഉളിയാണ്. ഇത് നമ്മുടെ ഒരു മട്ടോ അല്ലെങ്കിൽ വരകോല് പോലത്തെ മകാറ് മട്ടം പോലത്തെ ഒരു ഇതാണ്. ഇതും ഏകദേശം ഒരു മകാറിൻ്റെ ഇതാണിത്. പിന്നെ ഇതെന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഇതൊരു മട്ടാണ്. ഇതങ്ങനെ അത്ര ലൂസൊന്നും ആവില്ല, അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മട്ടാണിത്. അത് നമുക്ക് പല ആംഗിളിൽ യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇതങ്ങനെ ഒരുപാട് പ്രഷർ കൊടുത്താൽ മാത്രമേ ഇത് നീങ്ങിപ്പോളൂ. ചെറിയൊരു ഇത് വന്നാലൊന്നും അങ്ങനെ നീങ്ങില്ല.
ഞാൻ തട്ടിയാലൊന്നും അങ്ങനെ ഒരുപാട് വലിയ ഇത് വരില്ല. പിന്നെ ഇവിടെ ഒരു ലോക്കും വരുന്നുണ്ട്. ഇത് അപ്പുറത്തേക്ക് പോകില്ല, ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയുള്ളൂ, അപ്പുറത്തേക്ക് തള്ളിയാലും പോകില്ല. ഒരു സൈഡിലേക്ക് മാത്രം ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് മട്ടായിട്ട് യൂസ് ചെയ്യാം. ഒരു ആംഗിൾ ഒരു ആംഗിൾ നമ്മളിതിനകത്ത് ചൂസ് ചെയ്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം യൂസ് ചെയ്യാം. അത് അടിപൊളിയല്ലേ. പിന്നെ കുറേ കട്ടവരകോല് കിടക്കുന്നുണ്ട്, പല മോഡൽ പല സൈസിലുള്ളത്. ആ 2-3 ആണിയൊക്കെ വെച്ച ടൈപ്പ് കട്ടവരകോലുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കിടപ്പുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മട്ടം, നമുക്ക് എന്തെങ്കിലും ഒരു അളവ് വെച്ച് വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയൊരു മട്ടം. പിന്നെ ഇതൊരു ഡ്രില്ലിൻ്റെ ഫങ്ഷനായിട്ടുള്ള സാധനമാണ്. നമുക്ക് ചെറിയൊരു തുള പെട്ടെന്ന് ഇടാനായിട്ട് ഉപയോഗിച്ചാന്ന് തോന്നുന്നു. നല്ല കൂർത്ത എഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇങ്ങനെ ഇത് ചെയ്യാനായിട്ടാണ് തോന്നുന്നു ഇത് ഒരെണ്ണം. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പോയതാണ്, പഴയ മോഡലാണ്, നല്ല ഹെവി സാധനമാണ്, നല്ല വെയിറ്റ് ഉള്ള ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ്. ഇരുമ്പ് തന്നെ കൊണ്ട് ചെയ്തേക്കണം, അതിൻ്റെ തുമ്പൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ ഇതൊരു പൊഴുളി പോലത്തെ ചെറിയൊരു പൊഴുളി, ഇത് പറഞ്ഞ കൈപിടി ഇല്ലാത്തൊരു ഉള്ളിയുണ്ട്. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ തുമ്പറ്റം ഒരു വി ഷേപ്പിലുണ്ട്. എന്തെങ്കിലും തുളയിടാനോ ഉപയോഗിക്കാനാന്ന് തോന്നുന്നു. തുളയിടാനോ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. പൊടി കാരണമാട്ടോ തുമ്മിയത്, നല്ല പൊടിയുണ്ട്. ഞാൻ നോക്കിയിട്ട് തുളയിടാൻ പറ്റുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ വെച്ച് കറക്കിയപ്പോൾ തുള വീഴുന്നുണ്ട് കറക്റ്റായിട്ട്. എനിക്കറിയില്ല ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന്, എനിക്കങ്ങനെ തോന്നുന്നു. ഓരോടെ വരണ്ട്. അതെ, നമ്മുടെ കെട്ടുകമ്പിയൊക്കെ കെട്ടണ ആ ഒരു സാധനമാണ്. ഇതെങ്ങനെ ഇതിൻ്റെ അകത്തൊന്നും അറിയില്ല, അത് പറഞ്ഞ ഇരിപ്പുണ്ട്. പിന്നെ ഹാരത്തിന് നല്ല കടഞ്ഞ കൈപിടിയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു അരമാണ്, പുളിയൊക്കെ രാകണേ. അരങ്ങൾ പല ടൈപ്പ് കിടക്കണ്ട കേട്ടോ, ഇതൊക്കെ പഴയതാണ്. മെയിനായിട്ട് ഇത് കാണിക്കാൻ കാരണം ഇതിൻ്റെ അത് രസകരമായിട്ട്, ഐ മീൻ ഇത് ആദ്യമേ കാണിച്ച കൂട്ട് ടൂൾസ് 2-3 ഉണ്ട് കേട്ടോ. മേ ബി ഇങ്ങനെ തുളയിടാൻ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു, പോയിന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതൊരു കുഞ്ഞൻ കത്തി പോലത്തെ, അരം പോലത്തെ ഒരു ഇതുള്ളത്. മുറിയൊന്നും അറിയില്ല, മുറിയുന്നുണ്ട്. പിന്നെ ഒരു ഹെവി മഴു ഇരിക്കേണ്ട ഇതിൻ്റെ അകത്ത്. ഇതാണ് നമ്മുടെ നാട്ടിൽ മഴു എന്ന് പറയുന്ന സാധനം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, പാലക്കാടുകാരുടെ മഴു എന്ന് പറഞ്ഞിട്ട്. അവർ ആക്ച്വലി കൊട്ടോടി പോലെ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനാണ് മഴു എന്ന് പറയണേ. നമ്മുടെ ഇവിടെ ഇതാണ് മഴു, അതായത് കല്ലൊക്കെ ചെത്താൻ ഉപയോഗിക്കുന്ന മഴു. നല്ല വെയിറ്റ് ഉണ്ട്. അതെ, ഒരു ബ്ലേഡ് ഇവിടെ ചൊടിഞ്ഞു പോയതാന്ന് തോന്നുന്നു. ഇതെങ്ങനെയുണ്ട്? നമുക്ക് പറ്റുവാണെങ്കിൽ ഇതിനെ ഒരു ചെറിയ കൈപിടിയൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു വർക്കിംഗ് ബ്ലേഡാക്കി മാറ്റാം. അത്യാവശ്യം നല്ല സാധനമാണ്. എന്തായിരിക്കും എൻ്റെ പർപ്പസ്? കാരണം ഇത് ഒരു സൈഡിലേക്ക് തന്നെ ഇതുള്ളൂ. ഇതിൻ്റെ പർപ്പസ് എന്നാന്ന് എനിക്കറിയില്ല. കാരണം ഇത് സാധാ നമ്മുടെ ബ്ലേഡ് പോലെ മൂർച്ച ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇത് എന്നാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യണം. ഈ ഐറ്റം എന്താണെന്ന്, എനിക്ക് എന്നാന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. വാളാണ്, പക്ഷേ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അറിയില്ല. കറക്റ്റായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതൊരു സാധനം, ഇത് കണ്ടോ? ഇത് അവരുടെ ഒരു ബോക്സാണ്, പണ്ടത്തെ ആൾക്കാരുടെ ഒരു ബോക്സാണ്. അത് പിന്നെ സാധനം ചാടി പോകുന്നില്ല. അതായത് കറക്റ്റ് ലോക്കിംഗ് ഉള്ള ഒരു ടൈപ്പ് അടപ്പാണ് ഇതിന് വരുന്നത്. ഇത് കണ്ടോ? അടപ്പം കൂരിയെടുക്കാം. അടപ്പ് കൂരിയെടുത്ത് അതിൻ്റെ കുറേ പഴയ താക്കോലുകളൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പൂട്ടുകളൊക്കെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, എവിടെയോ പോയതാണ്. ഇതൊരു ലോക്കിംഗ് വരുന്ന ടൈപ്പ്, ഇവിടെ ഒരു ചാച്ച് ലോക്കിംഗ് വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ അടപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ കയറ്റി അങ്ങ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാണിച്ചാലൊന്നും ചാടിപ്പോകുന്നില്ല, ലോക്കായിട്ട് അവിടെ ഇരുന്നോളൂ. നമ്മളിവിടെ തള്ളിയാൽ മാത്രമാണ് അത് തുറന്നു വരുള്ളൂ. അങ്ങനെ കമത്തി നമുക്ക് ഇടാനും പറ്റില്ല. ഈ രീതി മാത്രമാണ് നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതുപോലത്തെ വേറൊരു ബോക്സ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇങ്ങനത്തെ പഴയ ഐറ്റംസൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതിയത്. അതല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് രസമാണ്.
അപ്പോൾ ഞാനിത് എന്താണെങ്കിലും ഇതെവിടെ തിരിച്ചെടുത്ത് വെച്ചേക്കാം. അതിനകത്ത് 2-3 സാധനങ്ങൾ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാം. ആ വാളും കുറച്ച് ഐറ്റംസൊക്കെ നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്തെടുത്തേക്കാം. ചിന്തേരികളെല്ലാം ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് പഴയ ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കാഴ്ചയിൽ സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.